യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്പേസ് ആപ്ലിക്കേഷനുകൾക്ക് വേണ്ടി ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കാൻ 70 വർഷങ്ങളായി പഠനം നടത്തി വരികയാണ്. നാസയുടെ മാസ്, മൂൺ എന്നീ ദീർഘദൂര സ്പേസ് എക്സ്പ്ലോറേഷനുകൾക്ക് നൂതനമായ ടെക്നോളജികൾ അനിവാര്യമാണ്. ന്യൂക്ലിയർ ഫിഷൻ റിയാക്ടറുകളിൽ നിന്ന് ലഭിക്കുന്ന അൺലിമിറ്റഡ് എനർജി റിസോഴ്സ് കൊണ്ട് റോക്കറ്റുകൾക്ക് ദീർഘദൂര യാത്രകൾ പോസിബിളാക്കും. ന്യൂക്ലിയർ തെർമൽ പ്രൊപ്പൽഷൻ, അതുപോലെ തന്നെ ന്യൂക്ലിയർ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ എന്നീ ടെക്നോളജികളാണ് നാസ ഡെവലപ്പ് ചെയ്യുന്നത്. ന്യൂക്ലിയർ തെർമൽ പ്രൊപ്പൽഷനിൽ നിന്ന് ലഭിക്കുന്ന ഹൈ ത്രസ്റ്റ് സാധാരണ റോക്കറ്റ് എഞ്ചിനിൽ നിന്ന് ലഭിക്കുന്ന ത്രസ്റ്റിനേക്കാൾ 2 ഇരട്ടിയാണ്. എന്നാൽ ന്യൂക്ലിയർ ഇലക്ട്രിക് പ്രൊപ്പൽഷനിൽ നിന്ന് ലഭിക്കുന്ന ത്രസ്റ്റ് അത്രത്തോളം വലിയ ത്രസ്റ്റ് അല്ല, എന്നാൽ കൺസിസ്റ്റൻ്റായി ഈ ത്രസ്റ്റ് ലഭിക്കുന്നു. ഫെബ്രുവരി 2021 നാസയും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയും പ്രിലിമിനറി റിയാക്ടറുകളുടെ ഡിസൈനുകൾക്കായി ഇൻഡസ്ട്രി പാർട്ട്ണറുകളിൽ നിന്നും പ്രൊപ്പോസൽസ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ജൂലൈ 2021 ഗവൺമെൻറ് 3 ഇൻഡസ്ട്രി ടീമുകളെ സെലക്ട് ചെയ്തിരുന്നു. 2023 അൾട്രാ സേഫ് ന്യൂക്ലിയർ ടെക്നോളജിക്കും ജനറൽ അറ്റോമിക്സിനും കോൺട്രാക്റ്റുകൾ നൽകി. വീണ്ടും 2025 ഈ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. വരുന്ന സമയങ്ങളിൽ ന്യൂക്ലിയർ പവേർഡ് റോക്കറ്റുകൾ ഉപയോഗിച്ച് സ്പേസ് മിഷനുകൾ നാസ ലോഞ്ച് ചെയ്യുന്നത് പ്രതീക്ഷിക്കാം. ഗൈസ്, സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ കൂടി ചെയ്യണേ. വീണ്ടും കാണാം.